എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കബഡി വെച്ച് നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഭക്തജനങ്ങളൊക്കെ ഉണ്ടാകും, സ്വന്തമായിട്ട് ഹോട്ടൽ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഈ സാമ്പത്തിക ലാഭമില്ല. ഒട്ടുമിക്ക ഹോട്ടലുകളിലൊക്കെ സ്റ്റാഫുകൾ പരസ്പരം മഴക്കിടുന്നവരുണ്ട്. പിന്നെ ചില ഹോട്ടലുകളിൽ ചെന്നാൽ നല്ല ഫുഡ് കിട്ടുന്നതും നല്ല രീതിയിലും ഒക്കെ നടത്തുന്ന ഹോട്ടലുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഹോട്ടൽ മേഖലയിലേക്ക് ഇപ്പോൾ ഹോട്ടൽ സ്വന്തമായിട്ട് നടത്തുന്നവർക്ക് സാമ്പത്തിക പുരോഗതികളില്ല. അവിടെ രാവിലെ വെക്കുന്ന ആഹാരങ്ങളൊന്നും തീരുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അവർ ഹോട്ടലുകാർ 50 പേർക്ക് ഇല്ലെങ്കിൽ 50 പേർക്കായിരിക്കും ഒരു ദിവസം ചോറ് അവിടെ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട നല്ല കറികളൊക്കെ വെക്കുന്നത്. എന്നിട്ടും ശരിക്കും ചില വഴി വിളിച്ചു പറഞ്ഞു, തിരുമേനി ഞാൻ ഹോട്ടൽ നടത്തുവാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു 10 പേര് പോലും കടയിൽ വരുന്നില്ല, ഉച്ചയ്ക്ക് ചോറും കറികളൊക്കെ അതേപോലെ തന്നെ ഇരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ എന്നെ വിളിച്ച് പറയാറുണ്ട്. ചില ആൾക്കാരുടെ കച്ചവടങ്ങളൊക്കെ നടക്കാറുണ്ട്. ചിലവർ അതിന് കാരണം പറയുന്നത് ആഭിചാര ദോഷമാണെങ്കിൽ അടുത്ത കടക്കാർ ചെയ്യുന്നതാണ്. ചിലർക്ക് സമയദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. ചിലവർ നല്ല രീതിയിൽ ഫുഡ് വെച്ചിട്ടും, അതായത് മിക്ക ഹോട്ടലുകാരും എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിലൊക്കെ ആ ഫുഡിന് ചാർജൊക്കെ കുറച്ച് വെച്ചിട്ട് ഒരു ഊണിന് 50 രൂപ 60 രൂപ വരെ വെച്ചിട്ട് അവിടെ കടയിൽ ആൾക്കാർ കയറുന്നില്ല. അതായത് വെച്ച ആഹാരം വീണ്ടും കളയേണ്ട ഒരു അവസ്ഥയാണ് വൈകുന്നേരത്തേക്ക്. അപ്പോൾ അത് മിക്കവർക്കും ഇങ്ങനെ തുടരെ പോകുമ്പോഴത്തേക്ക് ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അപ്പോൾ സ്വന്തമായി ഹോട്ടൽ നടത്തുന്നവർക്ക് കടയിൽ ആൾക്കാർ വരാനും കടയിൽ സാമ്പത്തിക ലാഭം വരാനും ഹോട്ടലിൽ വെക്കുന്ന സാധനങ്ങൾ അന്നന്ന് തീരാനും നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയി ഏത് രീതിയിലുള്ള വഴിപാടുകളും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമുക്ക് ഹോട്ടൽ നല്ലപോലെ സാമ്പത്തിക ലാഭമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിത് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ 1-2 വാസ്തുപരമായ കാര്യങ്ങൾ ഹോട്ടൽ നടത്തുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമേ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ കൗണ്ടറാണ്. കൗണ്ടർ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോട്ടൽ എങ്ങോട്ടാണ് ദർശനം അത് നോക്കിയായിരിക്കും നമ്മൾ കൗണ്ടറുണ്ട്. ഒരിക്കലും അതായത് വടക്കേ ഭിത്തി, അതായത് വടക്കേ ഭിത്തിന്ന് ഒരിക്കലും കിഴക്കും പടിഞ്ഞാറും നോക്കി തെക്കോട്ട് നോക്കി ഒരിക്കലും കൗണ്ടർ ഇടരുത്. ഒന്നുകൂടെ പറയണം, നമ്മുടെ വടക്ക് വശം എന്ന് പറയുമ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറും ഒരിക്കലും തെക്കോട്ട് നോക്കി ഒരിക്കലും ഒരു കൗണ്ടർ ഇടരുത്. അതേസമയം തെക്ക് വശം തെക്കേ ഭിത്തിയിൽ നമ്മൾ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും കൗണ്ടറിന് നമുക്ക് ഇടാൻ സ്ഥാനമുണ്ട്. അതായത് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറിൽ നമുക്ക് എന്ത് ചെയ്യണം, വടക്കോട്ട് നോക്കി നമുക്ക് കൗണ്ടർ ഇട്ടാൽ അത് ഉചിതമായ സ്ഥാനം. തെക്ക് കിഴക്ക് മൂലയിൽ ഇടാം, തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമുക്ക് കൗണ്ടർ ഇടാം. അപ്പോൾ ചിലവർ ചോദിക്കും, ഡോറ് നമ്മൾ ആ മേശയുടെ ഡോറ് വലിക്കുന്ന തെക്കോട്ടല്ലേന്ന്. അത് യാതൊരു ദോഷവുമില്ല. പക്ഷെ നമ്മൾ നോക്കിയിരിക്കുന്നത് വടക്കോട്ടാണ്. ആ കൗണ്ടറിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിലവരൊക്കെ ചെല്ലുമ്പോൾ ചുമ്മാ വെള്ളത്തിൽ നാരങ്ങ ചുമ്മാതെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നാരങ്ങ മാത്രമല്ല ഇടേണ്ടത്. നാരങ്ങ ഇടുമ്പോഴത്തേക്ക് ഒരു നാരങ്ങ ഒരു ദിവസത്തെ കണക്ക് വെച്ചിട്ടാണ് ഇടുന്നത്. ആ കടയിലെ നെഗറ്റീവ് എനർജി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങ ഇടുന്നത്. ഈ ചെറുനാരങ്ങ കൂടെ ഒരു വെറ്റയുടെ വാല് വെള്ളത്തിൽ ഇറങ്ങിയിട്ടിട്ട് ആ വെറ്റ വിടർന്നിട്ടെങ്കിൽ മാത്രമാണ് ആ ഒരു നെഗറ്റീവിനെ മാറ്റി അവിടെ പോസിറ്റീവ് എനർജി ഉണ്ട്. അത് നമ്മൾ മിക്ക കടകളിലും ചെല്ലുന്ന കാര്യങ്ങൾ. പിന്നെ അവിടെ ഒരു കുബേരനെ മേടിച്ച് വടക്കോട്ട് നോക്കി വെക്കുക. അതായത് കുബേരൻ എന്ന് പറയുമ്പോൾ അതായത് പണസഞ്ചിയും കൊണ്ട് വരുന്ന കുബേരനെയാണ് ഹോട്ടലുകളിൽ വെക്കേണ്ടത്. കാരണം സാമ്പത്തിക ലാഭം ഉണ്ടാകണമല്ലോ. അതേപോലെ തന്നെ ഇനിയാണ് പറയേണ്ട കാര്യം, ശ്രദ്ധിച്ച് കേൾക്കേണ്ട. കൗണ്ടർ ഇടുന്ന ഭാഗം ഞാൻ ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാണ്. അതായത് തെക്കേ ഭിത്തിയോട് ചേർത്ത് തെക്കേ മൂല, അതായത് തെക്ക് കിഴക്ക് മൂല, തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ നമ്മുടെ തെക്കേ ഭിത്തിയിൽ നിന്ന് നമ്മൾ വടക്കോട്ട് നോക്കിയിരുന്ന വിധത്തിൽ വേണം ഹോട്ടലിൻ്റെ കൗണ്ടറുകൾ ഇടാം. നമ്മൾ ഒരുപക്ഷെ കൗണ്ടറിൻ്റെ സ്ഥാനമൊക്കെ തെറ്റാണെങ്കിൽ അവിടെ സാമ്പത്തിക നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് വളരെയധികം ശ്രദ്ധിക്കുക. അത് ഞാനീ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ ആ ഹോട്ടൽ നടത്തുന്ന ഉടമകൾ ഒരു വാസ്തുവിദഗ്ധനെ നോക്കി സ്ഥാനനിർണ്ണയങ്ങൾ ശരിയാക്കേണ്ടതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഹോട്ടലിൽ നമുക്ക് ആരുടെ പേർക്കാണ് ഹോട്ടലിലെ ലൈസൻസ് കാര്യങ്ങളോ ഹോട്ടൽ നടത്തുന്ന അവർ ദേവീ ക്ഷേത്രത്തിൽ പോയി ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അശ്വാരൂഢ മന്ത്ര അർച്ചന നടത്തുക. ചൊവ്വ വെള്ളി അശ്വാരൂഢ മന്ത്ര അർച്ചന നടത്തിയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു പ്രസാദം നമ്മുടെ ഹോട്ടലിൽ വെക്കണം. വെള്ളിയാഴ്ച ദിവസം നെഗറ്റീവ് എനർജി മാറാൻ വേണ്ടി ഹോട്ടലുകളിൽ നമുക്ക് ഊതോ ഈദോ അതുപോലെ തന്നെ കുന്തിരിക്കം എന്നീ പറയുന്ന പോലെ നമ്മൾ അതായത് ചോറൂണിന് മുമ്പ് ഏകദേശം ഒരു 11:30 നമുക്കത് പോയിക്കാൻ പറ്റും.
ഈ മുസ്ലിംസൊക്കെ പോയിക്കുന്ന ഊത് ഈദ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇഷ്ടംപോലെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. അതേപോലെ തന്നെ കുന്തിരിക്കം, ഈ കുന്തിരിക്കം കാര്യങ്ങൾ 11:30 നമ്മൾ ഫാൻ ഇട്ട് മൊത്തം പോയിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ഒരു മൈൻഡ് ഉണ്ടാകും. അപ്പോൾ നമുക്കിനി കച്ചവടം കൂടാൻ വേണ്ടി നമുക്ക് ഹോട്ടലുകളിൽ വെക്കാൻ പറ്റുന്ന യന്ത്രങ്ങൾ അശ്വാരൂഢ മന്ത്ര യന്ത്രം, അതേപോലെ തന്നെ ശത്രുപരമായ ദോഷങ്ങൾ മാറാൻ വേണ്ടി മഹിഷമർദിനി യന്ത്രമാണ് നമ്മൾ ഹോട്ടലുകളിൽ വെക്കുന്നത്, സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി. ഇനി നമുക്ക് ആൾക്കാരെ അട്രാക്ഷിക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഹോട്ടലിൽ വരുന്നവർക്ക് വീണ്ടും നമ്മൾ കഴിച്ച ഫുഡ് വീണ്ടും അവർ ഹോട്ടലിൽ തന്നെ വരാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അശ്വാരൂഢ മന്ത്ര അർച്ചന നടത്താൻ പറഞ്ഞത്. ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹോട്ടലിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. അതിനെ നോക്കുക, ഹോട്ടലിനെ പറ്റിയും ഹോട്ടലിൻ്റെ ഉടമസ്ഥനെ പറ്റിയും കബഡി വെച്ച് നോക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനത് പറഞ്ഞു തരാം. ഹോട്ടലിൽ നല്ല കച്ചവടം ഉണ്ടാകാനും സാമ്പത്തിക ലാഭത്തിനും നമ്മൾ നഷ്ടത്തിലേക്ക് പോകാതിരിക്കാനും സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കബഡി വെച്ച് നോക്കി പറഞ്ഞുതരാം. പൊതുവെ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അശ്വാരൂഢ മന്ത്ര അർച്ചന തന്നെ ചെയ്യുക. ശത്രുദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി ഹോട്ടൽ ആരുടെ പേർക്കാണോ അവരുടെ പേർക്ക് അഷ്ടദ്രവ്യ ഗണപതി ഹോമം, അതേപോലെ തന്നെ ഭഗവതി സേവയും കഴിച്ച്, അത് ഹോട്ടലിൽ തന്നെ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ അമ്പലത്തിൽ പോയി കഴിച്ചിട്ട് നമ്മളും കൂടെ പങ്കെടുത്തിട്ട് ആ ഒരു പ്രസാദം, അതായത് ഭഗവതി സേവ ചെയ്തു തരുന്ന പ്രസാദം നമ്മുടെ ഹോട്ടലിലെ കൗണ്ടറിൽ വെക്കുക. ഒപ്പം തന്നെ സ്റ്റാഫുകൾക്ക് തടസ്സങ്ങൾ നേരിടുന്ന സ്റ്റാഫുകൾ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാകുന്നു, ഇല്ലെങ്കിൽ ഇന്ന് വരുന്ന സ്റ്റാഫ് നാളെ ഈ ഹോട്ടലിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല, കച്ചവടങ്ങൾ കുറവ്, ഒരു ദിവസം നല്ലതാണെങ്കിൽ വീണ്ടും അടുത്ത ദിവസം അതിനെക്കാട്ടി മോശം, വീണ്ടും കച്ചവടം കൂടുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കബഡി വെച്ച് നോക്കി അവിടുത്തെ പ്രശ്നം എന്താണ് അറിഞ്ഞ് അതിനനുസരിച്ച് പരിഹാര കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഒന്നും കൂടെ നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.